നമസ്കാരം. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാനലിലൂടെ പറയാൻ പോകുന്നതായ വിഷയം, ശുക്രൻ മേടം രാശി മുതൽ മീനൻ രാശി വരെ നിന്നാൽ ജാതകത്തിൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. മിക്ക ആളുകളിലും ശുക്രദശയാണ്, ശുക്രൻ്റെ അപഹാരകാലമാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. ശുക്രൻ എല്ലാ രാശിയിലും ഒരേപോലെ ഗുണഫലം ചെയ്യുകയില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. മേടം രാശിയിലോ വൃശ്ചികം രാശിയിലോ ആണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അന്യ സ്ത്രീകളിൽ ആസക്തിയുള്ളവനായും തന്നിമിത്തം സകല സ്വത്തുക്കളും ദുർവ്യയം ചെയ്യുന്നവനായും തൻ്റെ വംശത്തിനും തനിക്കും കളങ്കത്തെ ജനിപ്പിക്കുന്നവനും ആയി ഭവിക്കും. ശുക്രൻ ഇടവം രാശിയിലോ തുലാം രാശിയിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ബുദ്ധി കൊണ്ട് ലഭിക്കപ്പെട്ട ധനത്തോട് കൂടിയവനായും രാജപൂജ്യനായും സ്വജനങ്ങളിൽ പ്രധാനിയായും പ്രസിദ്ധനായും നിർഭയനായും ഭവിക്കും. ശുക്രൻ കർക്കിടകത്തിൽ നിന്നാൽ 2 ഭാര്യമാരുള്ളവനായും യാചിക്കുന്നവനായും ഭയവും അധികമായ ഗർവവും ദുഃഖവും കാമപാരവശ്യമുള്ളവനായും ഭവിക്കും. ചിങ്ങം രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ലഭിക്കപ്പെട്ട ധനവും ശ്രേഷ്ഠതയുള്ള ഭാര്യയും പുത്രന്മാർ കുറഞ്ഞിരിക്കുന്നവനുമായും ഭവിക്കും. ധനുവിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ഗുണങ്ങൾ നിമിത്തം അന്യന്മാരാൽ പൂജിക്കപ്പെടുന്നവനായും ധനവാനായും ഭവിക്കും. മീനം രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ വിദ്വാനായും പണ്ഡിതനായും പ്രഭുവായും രാജാക്കന്മാരാൽ സൽക്കരിക്കപ്പെടുന്നവനായും ഏറ്റവും സൗഭാഗ്യശാലിയായും ഭവിക്കും. മിഥുനത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ രാജാവിൻ്റെ കൃത്യങ്ങളെ ചെയ്യുന്നവനായും ധനവാനായും കലാവിദ്യകളിൽ പാണ്ഡിത്യമുള്ളവനായും ഭവിക്കും. ശുക്രൻ നിൽക്കുന്നത് കന്നിരാശിയിലാണെങ്കിൽ ഏറ്റവും നീചവും നിന്ദ്യവും കുലത്തിന് അനുചിതവുമായ പ്രവൃത്തിയെ ചെയ്യുന്നവനായിരിക്കും. മകരത്തിലോ കുംഭത്തിലോ നിന്നാൽ സ്ത്രീകൾക്ക് അധീനനായും കുൽസിത സ്ത്രീകളിൽ തൽപരനായും ഭവിക്കും. മേടം രാശി മുതൽ മീനൻ രാശി വരെ ശുക്രൻ ഓരോ രാശിയിലും നിന്നാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശ്രീഭദ്ര ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുകളുമായിട്ട് വരുന്നതായിരിക്കും. ചാനൽ മറക്കാതെ കാണുക.